ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വളരെ സങ്കടത്തോടെ സച്ചി പറഞ്ഞ വാക്കുകളാണ് മാഷി ഇരുന്ന് ആലോചിക്കുന്നത്. അവിടേക്ക് കമല വന്നിട്ട് പറയുന്നു, എന്തിനാ മാഷെ നമ്മുടെ വിഷമം മറ്റുള്ളവരെയും കൂടി അറിയിക്കുന്നത്? മാഷ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട അനൂപിന് സംശയം തോന്നില്ലേ? എന്നാൽ ഇത് കേട്ട് വീണ്ടും മാഷി പറയുന്നു, സച്ചി പറഞ്ഞത് ഒരു കണക്കിന് സത്യമല്ലേ? എത്ര പറഞ്ഞിട്ടും എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിന് ഒന്നും അങ്ങോട്ട് മായുന്നില്ല. എല്ലാം അറിയാമായിരുന്നിട്ടും നമ്മളെല്ലാവരെയും ചതിക്കുകയല്ലായിരുന്നോ? സച്ചിയോട് പറയണമായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു കുറ്റക്കാരെ പോലെ നമുക്ക് അവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. കമല പറയുന്നു, എനിക്കും തോന്നിയത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സച്ചിയെ അറിയിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന് കമലയും പറയുന്നുണ്ട്. പിന്നെ സച്ചിയോട് എങ്ങനെ ഇത് പറയുമെന്നൊരു ആശങ്ക നമുക്കില്ലായിരുന്നോ? എന്താ നമ്മൾ അവനോട് പറയുന്നത് നമ്മളുടെ മോൾ ഒരിക്കലും പ്രസവിക്കില്ല എന്നോ? അതും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം നമ്മുടെ മോളെ അവന് കൊടുത്തതാണെന്നോ? എന്താ മാഷി നമ്മൾ സച്ചിയോട് പറയുന്നത്? ഇത് കേട്ട് മാഷി പറയുന്നു, സച്ചിയുടെ ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരമില്ലാണ്ടായി പോയല്ലോ കമലെ. അവന് നല്ല സങ്കടമുണ്ടായി കാണും. മനസ്സ് തകർന്നാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്? പിന്നെ സച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം കൂടുതൽ ഒന്നും പറയാത്തത്. കമല പറയുന്നു, എൻ്റെ പേടി ഇതല്ല മാഷേ. സച്ചി ചെന്ന് അച്ചുമോളോട് ഇതിനെപ്പറ്റി വല്ലതും പറയൂ എന്ന. അത് കേൾക്കുമ്പോൾ ഇനി എന്തായിരിക്കും അവളുടെ പ്രതികരണം? സച്ചി ഇത് നേരത്തെ അറിഞ്ഞു എന്നല്ലേ പറയുന്നത്? ഇതുവരെ അത് പറയാത്തത് ഈശ്വര കടാക്ഷം കൊണ്ടാണ്. സച്ചി ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവന്തികയുടെ കാര്യം പറയാമായിരുന്നു. അവന്തികയും കൂടിയല്ലേ നമ്മളെ ഇതും കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത്. മാഷെന്തിനാ എന്നെ തടഞ്ഞതെന്ന് കമല. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കുറ്റക്കാരാണെന്നായിപ്പോൾ സച്ചിയുടെ മനസ്സിൽ. അവന്തിക പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെന്ന് അവൻ അറിഞ്ഞാലോ അവനത് വലിയ ഷോക്കാവും. അവൻ അതും പറഞ്ഞ് അവന്തികയോട് വഴക്കിന് പോയെന്ന് വരും. അങ്ങനെ നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ രണ്ടു മക്കളുടെയും ജീവിതം തകരില്ലേ? ഇപ്പോൾ സച്ചിയുടെ മനസ്സിൽ നമ്മളാണ് കുറ്റക്കാര്. അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി നമ്മളായിട്ട് അവിടെ ഒരാളുടെ സ്വസ്ഥത കൂടി കളയണ്ട. എന്തായാലും ജീവിതാവസാനം വരെ ഇങ്ങനെ കണ്ണുനീര് കുടിക്കാനാണല്ലോ വിധി എനിക്കിങ്ങനെ മാഷി പറയുന്നു. കണ്ണ് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവിടേക്ക് ആവണി വരുന്നുണ്ട്. അച്ചച്ച ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാണ് ആവണി അവിടെ എത്തിയത്. പെട്ടെന്ന് കണ്ണ് തുടയ്ക്കുകയാണ് മാഷ്. കമലയും തുടയ്ക്കുന്നു. എന്നിട്ട് മാഷ് ആവണിയോട് പറയുന്നു, മോളെ അച്ഛനോട് ചെന്ന് ചോദിക്കും മോളെ എന്ന്. എനിക്ക് വയ്യ, അച്ഛൻ പറഞ്ഞു തന്നിട്ട് ഞാൻ തെറ്റിച്ചാൽ അച്ഛൻ എന്നെ തല്ലും. പിന്നെ രണ്ടുപേരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആവണി പറയുന്നു, ഞാൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കരയുമായിരുന്നോ? സത്യം പറയണം, കള്ളം പറയരുത്. ഞങ്ങൾ കരഞ്ഞില്ല മോളെ, ഞങ്ങൾ എന്തിനാ കരയുന്നതെന്ന് കമല ചോദിക്കുന്നു. അത് ശരി, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്നോട് തിരിച്ച് ചോദിക്കുകയാണോ? ഞാൻ വന്നപ്പോൾ നിങ്ങൾ കരയുമായിരുന്നോ? എനിക്കത് ഉറപ്പാണ്. എനിക്കിങ്ങനെ ആവണി പറയുകയാണ്. അവിടേക്ക് അനൂപും വരുന്നുണ്ട്. എന്തിനാ മോളെ നീ അമ്മയെ ശല്യപ്പെടുത്തുന്നത് എന്ന് അനൂപ് ചോദിച്ചപ്പോൾ ശല്യപ്പെടുത്തിയതല്ല അച്ഛാ, ഞാൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരും കരയുകയായിരുന്നു. ഞാൻ ചോദിച്ചിട്ടേ ഇവർ കള്ളം പറയുകയാണ്. എനിക്കറിയാം അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം എന്താണെന്ന്. ആദ്ര ഗർഭിണിയായിട്ടും അർച്ചനയ്ക്ക് ആ ഭാഗ്യം കിട്ടാതെ തോർത്തല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കും സച്ചിക്കും വിഷമമില്ല. അവർക്കത് തോന്നിയാലല്ലേ ഉള്ളൂ അമ്മേ കാര്യം. നിങ്ങളെ വിഷമിച്ചിട്ട് എന്താ കാര്യം? അവിടെയാണെങ്കിൽ സച്ചിയുടെ അച്ഛൻ, ഇവിടെയാണെങ്കിൽ നിങ്ങൾ, ഇവരെല്ലാവരും വിഷമിച്ചിരിക്കുന്നത് അവർ കാണുകയല്ലേ? എന്നിട്ടും അവരൊരു തീരുമാനം എടുത്തോ ഇതൊന്നും വേണ്ട എന്ന്. ഭാഗ്യവും അവരുടെ തീരുമാനവും ഒരുമിച്ച് വരുമ്പോൾ എല്ലാം ശരിയാകും. അല്ലാതെ നിങ്ങൾ വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കാതെ ആദ്രെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കേ. അവർ പറയുന്ന സമയത്ത് അവളെ ഇങ്ങ് കൊണ്ടുവരാൻ പോകുമ്പോൾ സാധനം എന്തെങ്കിലും വാങ്ങണ്ടേ? അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അമ്മയൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് അനൂപ് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നെല്ലിശ്ശേരി വീട്. അർച്ചന തുണി മടക്കിക്കൊണ്ടിരിക്കുന്നു. അരികിലേക്ക് സച്ചി വന്നിട്ടുണ്ട്. തുടർന്ന് നെല്ലിശ്ശേരിയിലെ ആ മുറ്റത്ത് രാത്രിയിൽ അവിടുത്തെ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ധനുഷ്. സ്നേഹ പേരുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നും. പകുതിയോളം അവൾ വളഞ്ഞു കഴിഞ്ഞു. ബാക്കിയും കൂടി വളച്ചെടുത്താൽ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതിന് എന്താ ഒരു വഴി? അങ്ങനെയൊക്കെ ധനുഷ് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവന്തിക അവിടേക്ക് വരുന്നത്. എന്താ ഒരു ആലോചന എന്ന് അവന്തിക ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു, വേറെ എന്തുണ്ട് എനിക്ക് ആലോചിക്കാൻ? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കുറിച്ച് എന്താ ആലോചിക്കാനെന്ന് അവന്തികയും ചോദിക്കുന്നു. എനിക്കും നിനക്കും എത്രയും പെട്ടെന്നൊരു ജീവിതം, ആരുടെയും ശല്യമില്ലാതെ ആരെയും പേടിക്കാതെ സമാധാനമായിട്ടൊരു ജീവിതമെന്ന് ധനുഷ്. അത് എപ്പോൾ വേണമെങ്കിലും നടക്കും. എനിക്കും നിനക്കും എങ്ങോട്ടെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കാൻ ഇപ്പോൾ ഒരു തടസ്സമില്ല. എന്താ എനിക്ക് ചെലവിന് തരാൻ നിന്നെക്കൊണ്ട് സാധിക്കില്ലേ എന്ന് അവന്തിക. അത് സാധിക്കും, പക്ഷേ അതല്ലല്ലോ നമ്മുടെ മനസ്സിൽ. നിന്റെ അച്ഛനെയും നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയവരെ നശിപ്പിക്കാതെ പോയാൽ പിന്നെ നമുക്ക് സമാധാനം കിട്ടുമോ? നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നെല്ലിശ്ശേരിയിൽ ഒരു ജീവന്റെ കണിക പോലും ബാക്കിയുണ്ടാവില്ല. അടിവേര് പോലും മറത്തിട്ടേ നമ്മളിവിടെ നിന്ന് പോകും. ഇരിക്കേട്ട് അവന്തിക പറയുന്നുണ്ട്, ഈ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണമെന്ന്. മറ്റൊരു കാരണം കൊണ്ടും അത് കെടാതെ നോക്കുകയും വേണം.
അത് അങ്ങനെ തന്നെ ഉണ്ടാവും. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് കൂടെ കൂടിയതാണെങ്കിലും എനിക്കിപ്പോൾ നിന്നേക്കാൾ വാശിയാണ് ഈ വീട് നിലം പറ്റുന്നത് കാണാനുള്ള വാശി. അവൻ്റെ പറയുന്നു, നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില നേരത്ത് നിന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ധനുഷ് പറയുന്നു, ഞാനപ്പോൾ നന്ദന്റെ കൂടെയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവൾ നിന്റെ ഫോൺ കോൾ കാണാത്തത്. നിന്റെ വിചാരം എന്താ, ഞാൻ വെറുതെ ഇരിക്കുവാണെന്നോ? ഈ കുടുംബത്തെ പറ്റിയും സ്വത്ത് വകകളെ പറ്റിയും ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? ഒരു സെന്റ് ഭൂമിയോ ഒരു രൂപയോ നമ്മുടെ കയ്യിൽ നിന്ന് വേറെങ്ങോട്ടും പോവാൻ പാടില്ല. ഈ കുടുംബത്തിന്റെ ആസ്തിയാണ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞിന്റെ വിലയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ നിന്റെ മനസ്സിൽ എന്നെയും സ്നേഹം വെച്ച് ചില സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത് എൻ്റെ വെറും നാടകം മാത്രമാണ്. ആവശ്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ തുടരാനുള്ള മാത്രം. എൻ്റെ കൈകൊണ്ട് ആദ്യം മരിക്കാൻ പോകുന്നതും സ്നേഹം തന്നെയായിരിക്കും. അതേ കൈകൊണ്ട് ഞാൻ അവളുടെ കഴുത്ത് ഞെരിക്കും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സ് മുഴുവനും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള നേരിട്ടുള്ള സംസാരങ്ങൾ നീ ഒഴിവാക്കണം. ക്യാമറയിലോ ആരുടെയെങ്കിലും കണ്ണിലോ പെട്ടാൽ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല എന്ന് ധനുഷ് പറഞ്ഞതും അവനിക്ക് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ നീയും സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്ന്? ഇപ്പോൾ നീ വീട്ടിലൊരു അംഗത്തെ പോലെയല്ലേ, പിന്നെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദൻ അതുവഴി വരുന്നു. അയ്യോ നന്ദൻ എന്ന് അവന്തികയും പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ധനുഷ് അവന്തികയുടെ കൈപിടിച്ച് അപ്പുറത്തെ ആ ചെടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ്. നന്ദൻ അവിടേക്ക് വന്ന് ആ ബെഞ്ചിലിരിക്കുന്നു. ധനുഷും നന്ദന്റെ അരികിലേക്ക് പോകുന്നു. അവന്തിക അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. സാർ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ധനുഷോ, ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണെന്ന് നന്ദനും പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി. ധനുഷിന്റെ ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയല്ലേ. നല്ലൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കണം. പറഞ്ഞു കേട്ടെടുത്തോളം ധനുഷിന് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. നീ എന്നോട് പറയാത്തതാണോ എന്നൊക്കെ നന്ദൻ ചോദിക്കുന്നു. ഇല്ല സാർ, ഒരാളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സമയം കളയാനും എനിക്കിവിടുന്ന് സമയം കിട്ടാനാ? അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ചും ഭാര്യ മക്കൾ അങ്ങനെയൊരു ജീവിതത്തെക്കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, എങ്കിലേ ചിന്തിക്കാൻ സമയമൊക്കെ ആയി. ധനുഷ് കേട്ടിട്ടില്ലേ, എല്ലാ പ്രശ്നങ്ങളുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന്. അതുപോലെ ഒരു സ്ത്രീ തനിക്കും വേണം. അവന്തിക മേഡം സാറിന് പിന്നിലുള്ളത് കൊണ്ടാണല്ലോ സാറിന് ഈ സക്സസ് ഒക്കെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മേഡത്തെ പോലെ ബോൾഡായ ഒരു ലേഡി ഉണ്ടെങ്കിൽ സാർ ഇപ്പോൾ പറഞ്ഞതിന് അർത്ഥമുണ്ട്. എന്താ സാർ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ധനുഷ് ചോദിക്കുന്നു. നീ പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. നമ്മുടെ പിന്നിനെ നമുക്ക് ധൈര്യം തരികയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീ വഴി നമ്മൾ ഉയർച്ചയിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മളെ സ്നേഹം കാണിച്ച് സാഹചര്യത്താൽ നമ്മളെ ചതിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാൽ അവരെ തോൽപ്പിക്കണമെന്ന വാശിയിൽ നമ്മൾ എല്ലായിടത്തും ജയിക്കും. അതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും വിജയം നമ്മുടെ തന്നെയാണ്. ധനുഷ് പറയുന്നു, സാറിനോട് സ്നേഹം കാണിച്ച് ചതിക്കുന്ന ഒരു ഭാര്യയായിട്ടാണോ സാർ മേഡത്തിനെ കാണുന്നത്? ഏയ് അല്ലല്ല, അവനിക്ക് എന്നോട് വലിയ സ്നേഹമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. മിക്കവാറും ഞാൻ അവളെ സ്നേഹിച്ച് കൊല്ലും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ മേഡത്തിൻ്റെ ഒരു ഭാഗ്യമെന്ന് ധനുഷ്. അതെ അവനിക്ക് ഇനി അങ്ങോട്ട് ഒരു ഭാഗ്യത്തിൻ്റെ ഘോഷയാത്രയാണ്. അതാണ് എൻ്റെ പേടി എന്നൊക്കെ. അല്ല, കൂടുതൽ ഭാഗ്യമുള്ളവരെ ഈശ്വരൻ നേരത്തെ വിളിക്കും. അതുകൊണ്ട് അവർക്ക് 100 ആയുസ്സുണ്ടാവാൻ ഞാനെന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട്. ഇതേസമയം നന്ദൻ ഒരു കോൾ വരികയും നന്ദൻ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. നന്ദൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവന്തിക ധനുഷിന്റെ അടുത്തേക്ക് വരുന്നു. ധനുഷ് അവന്തികയോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. ഞാൻ തല അരിഞ്ഞിടാൻ പാകമായ വാളുമായിട്ടാണ് അവൻ്റെ പിറകെ നടക്കുന്നത്. അത് അവൻ അറിയുകയും ചെയ്യാം. അവൻ അവസാനം പറഞ്ഞ ആ ഡയലോഗിൽ അവൻ നിന്നെ കൊല്ലും എന്നുള്ളൊരു സ്വരം ഉണ്ടായിരുന്നു എന്ന് ധനുഷ് അവന്തികയോട് പറയുന്നുണ്ട്. കൂടെ കിടന്നുറങ്ങുമ്പോൾ കഴുത്ത് ഞെരിക്കാതെ നീ നോക്കിക്കോ എന്നും ധനുഷ് പറയുന്നുണ്ട്. പുച്ഛത്തോടെ അവന്തിക അകത്തേക്ക് പോകുന്നു. പിന്നെയും ധനുഷ് ആ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം മീര കിച്ചണിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്നേഹയും അവിടേക്ക് വരുന്നത്. മീരേച്ചി കിടന്നില്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നു. ഈ ജോലിയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് മീര പറയുന്നു. ആദരെ നോക്കാൻ വന്ന മീരേച്ചി ഇപ്പോൾ ഇവിടുത്തെ സകല ജോലിയും ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. മീരേച്ചി തന്നെയല്ലേ അമ്പിളിച്ചേച്ചിയുടെ തൽക്കാലം വരണ്ടെന്ന് പറഞ്ഞത് എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്ക് മർച്ചനയ്ക്കും ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. പിന്നെ അമ്പിളിയും മറ്റെന്തോ ആവശ്യം പറഞ്ഞിരുന്നു, അതാണ് ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞത്. ഈ സമയം സ്നേഹയുടെ ഫോണിൽ ധനുഷിന്റെ ഒരു മെസ്സേജ് വന്നു. ഇത് ശ്രദ്ധിക്കുകയാണ് മീര കാണാതെ അതിന് തിരിച്ച് മറുപടി കൊടുത്തിട്ട് ആ ഫോൺ അവിടെ വെച്ചിരിക്കുകയാണ് സ്നേഹയും. കിച്ചൺ എന്നാണ് മെസ്സേജ് അയച്ചത്, കിച്ചൺ എന്ന്. ഇത് കണ്ട ധനുഷ് വിചാരിക്കുന്നു കിച്ചൺ, ഓ അവിടെ ഉണ്ടല്ലേ. അങ്ങനെ കിച്ചണിന്റെ ഭാഗത്തേക്ക് പോവുകയാണ് ധനുഷ്. അവിടെ നോക്കിയപ്പോൾ സ്നേഹ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറിയിട്ട് സ്നേഹയുടെ പിന്നിലേക്ക് പോയി സ്നേഹയൊന്ന് ശരീരത്തെ പിടിക്കുകയാണ് ധനുഷ്. പെട്ടെന്ന് സ്നേഹ പേടിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ തൊട്ടരികിൽ തന്നെ മീരയും ഉണ്ടായിരുന്നു. ദേഷ്യത്തോടെ മീരയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അർച്ചനയും അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽപ്പെട്ട അവസ്ഥയായി പോയി ധനുഷിന്.
എല്ലാവരും ദേഷ്യത്തോടെയാണ് ഇപ്പോൾ ധനുഷിനെ നോക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.